42 വർഷത്തെ ഒളിച്ചുകളി അവസാനിക്കുന്നു. സുകുമാരക്കുറുപ്പ് വീണ്ടും വാർത്തകളിൽ. കേരള പോലീസിനെയും സർക്കാരിനെയും 4 പതിറ്റാണ്ടിലേറെയായി വട്ടം കറക്കുന്ന ഒരേ ഒരു പേര് സുകുമാരക്കുറുപ്പ്. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി 1984 തന്നോട് സാദൃശ്യമുള്ള ചാക്കോ എന്ന ഫിലിം റെപ്രസെന്റേറ്റീവിനെ കാറിലിട്ട് കത്തിച്ചു കൊന്ന ക്രൂരനായ കൊലയാളി. അന്ന് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് കടന്നു കളഞ്ഞ കുറുപ്പ് പിന്നീട് എങ്ങോട്ട് പോയി എന്നത് ഇന്നും കേരളം ഉത്തരം തേടുന്ന ചോദ്യമാണ്. വിദേശത്തേക്ക് കടന്നെന്നും സന്യാസിയായി ജീവിക്കുന്നുണ്ടെന്നും അതല്ല എന്നോ മരിച്ചു കഴിഞ്ഞു എന്നൊക്കെയുള്ള പല കാലങ്ങളിലായി വന്ന നിരവധി കഥകൾ പരന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു വിവരമാണ്. കൊൽക്കത്തയിൽ വെച്ച് ഒരു നഴ്സ് സുകുമാരക്കുറുപ്പിനെ കണ്ടു എന്ന വിവരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറൽ ചർച്ചയായി മാറിയിരിക്കുന്നത്. ഈ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ഈ കേസിൽ ഒരു പുനരന്വേഷണം പ്ലാൻ ചെയ്യുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. കേസിൽ വിജിലൻസിന്റെ പുതിയ എൻക്വയറിയാണ് ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നതാണ് എന്നാണ് സൂചനകൾ. വർഷങ്ങൾക്ക് ശേഷം ഈ കേസിൽ ഒരു നിർണായക വഴിത്തിരിവുണ്ടാകുമ്പോ 4 പതിറ്റാണ്ടായി പിടികിട്ടാപ്പുള്ളിയായി തുടരുന്ന കുറുപ്പിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പുതിയ അന്വേഷണങ്ങൾക്ക് കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ബാക്കിയാവുകയാണ്. 1984 ചാക്കോ വധത്തിന് ശേഷം കഴിഞ്ഞ 42 വർഷമായി കേരള പോലീസിന് സുകുമാരക്കുറുപ്പിനെ കുറിച്ച് ലഭിച്ച വിവരങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ഫോൺ കോളുകളും അജ്ഞാത കത്തുകളുമാണ് പോലീസിന് തുടർച്ചയായി ലഭിച്ചത്. പോലീസിനെ വട്ടം കറക്കിയ അത്തരം ചില പ്രധാന വെളിപ്പെടുത്തലുകൾ എന്തൊക്കെയായിരുന്നെന്ന് നമുക്ക് നോക്കാം. പലതും അഭ്യൂഹങ്ങൾ മാത്രമായിരുന്നു എന്നാണ് പിന്നീട് പോലീസ് പറഞ്ഞത്. അതായത് ഗുജറാത്തിലെ ഒരു സന്യാസിയായി സുകുമാരക്കുറുപ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് കുറുപ്പ് സന്യാസി വേഷത്തിൽ ഗുജറാത്തിലെയും ഉത്തരേന്ത്യയിലെയും ആശ്രമങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിയുന്നുണ്ടെന്നതായിരുന്നു ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പ്രചരിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഗുജറാത്തിൽ പോയി കുറുപ്പുമായി സാദൃശ്യമുള്ള നിരവധി പേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ പരിശോധനകളിൽ അതൊന്നും കുറുപ്പല്ല എന്ന് പിന്നീട് തെളിഞ്ഞു. ഗൾഫ് നാടുകളിലെ ഒളിജീവിതമായിരുന്നു മറ്റൊന്ന്. വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് കുറുപ്പ് വിദേശത്തേക്ക് കടന്നു എന്നായിരുന്നു മറ്റൊരു പ്രധാന വിവരം. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ അദ്ദേഹം നഴ്സായും മറ്റും ജോലി ചെയ്യുന്നുണ്ടെന്ന് പലരും പലതരത്തിൽ പോലീസിനെ ഇൻഫോം ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലും കുറെയേറെ അന്വേഷണങ്ങൾ നടന്നു. കുറുപ്പിന് മുൻപ് എയർഫോഴ്സിൽ മെഡിക്കൽ അസിസ്റ്റന്റായി ജോലി ചെയ്ത പരിചയം ഉണ്ടായിരുന്നതിനാൽ പോലീസ് ഈ വിവരങ്ങളെല്ലാം വളരെ ഗൗരവത്തോടെയാണ് കണ്ടിരുന്നത്. മുംബൈയിലും ഇദ്ദേഹത്തെ കണ്ടെന്ന് പറഞ്ഞ് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് വന്നു. കേരളത്തിൽ നിന്നും രക്ഷപ്പെട്ട കുറുപ്പ് ആദ്യം മുംബൈയിലാണ് എത്തിയതെന്നും അവിടെ പേര് മാറ്റി ബിസിനസ് നടത്തി ജീവിക്കുകയാണെന്നും ഇടക്കാലത്ത് വിവരങ്ങൾ വന്നിരുന്നു. അതേപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ആൾത്തിരക്കില്ലാത്ത ദ്വീപുകളിലേക്ക് അദ്ദേഹം കടന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലും കേരള പോലീസ് മുൻപ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. എന്തായാലും ഈ കുടുംബങ്ങളിലെ മരണം പോലുള്ള ചടങ്ങുകളിൽ രഹസ്യ സന്ദർശനത്തിന് സുകുമാരക്കുറുപ്പ് എത്തി എന്നുള്ള രൂപത്തിൽ വാർത്തകൾ വന്നിരുന്നു. അമ്മ മരിച്ച സമയത്തും അദ്ദേഹം ഈ അടുത്ത ബന്ധുക്കളുടെ കല്യാണ സമയത്തുമെല്ലാം വീട്ടിൽ രഹസ്യമായി വേഷം മാറി വന്നു എന്ന വിവരത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പോലീസ് മഫ്തിയിൽ കാവൽ ശക്തമാക്കിയിരുന്നു. പക്ഷേ അവിടെയൊന്നും പോലീസ് വിരിച്ച വലയിൽ അദ്ദേഹം വീണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇദ്ദേഹം മരണപ്പെട്ടതായിട്ടുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. കുറുപ്പ് എന്നോ മരിച്ചു കഴിഞ്ഞു എന്നും മറ്റേതോ സംസ്ഥാനത്ത് അജ്ഞാത മൃതദേഹമായി മറവ് ചെയ്യപ്പെട്ടു എന്ന തരത്തിലും പോലീസിന് പലപ്പോഴും കത്തുകൾ ലഭിച്ചിരുന്നു. ഇൻഷുറൻസ് പണം കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ കൂട്ടുപ്രതികൾ തന്നെ കുറുപ്പിനെ അപായപ്പെടുത്തി എന്ന തരത്തിലും ചില തിയറികൾ പോലീസിന് മുന്നിൽ വന്നിരുന്നു. നമ്മുടെ ദുൽഖർ സൽമാന്റെ കഥ സിനിമയിൽ ഇതേപോലുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. എന്തായാലും രൂപസാദൃശ്യം തോന്നിയിട്ട് പോലീസിനെ അറിയിച്ചവരായിരുന്നു പലപ്പോഴും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നൽകിയിരുന്നത്. കുറുപ്പ് തന്നെ അന്വേഷണങ്ങൾ വഴിതെറ്റിക്കാൻ സഹായികളുമായോ മറ്റോ
പടച്ചുവിട്ട നുണകൾ തന്നെയായിരുന്നില്ലേ ഇവ ഓരോന്നും എന്നുള്ളതും പോലീസ് പ്രതീക്ഷയോടെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം വലിയ നിരാശയിലാണ് അവസാനിച്ചത്. ഇപ്പോൾ കൊൽക്കത്തയിൽ കണ്ടു എന്ന് പറയപ്പെടുന്ന പുതിയ വിവരവും ഈ നീണ്ട പട്ടികയിലെ അവസാനത്തേത് മാത്രമാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? സുകുമാരക്കുറുപ്പ് ഇപ്പോഴും എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. അതോ നിങ്ങളുടെ അറിവിൽ കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ? പറയൂ.